ഹായ് കുട്ടീസ്, ഉച്ചയ്ക്ക് മോള് വന്ന് ചോറൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പോൾ ഒന്ന് തലയായിക്കാന്ന് വിചാരിച്ച് കിടന്നതാണ്. അപ്പോഴാണ് ഓർമ്മ വന്നത് രാവിലെ ഫ്രിഡ്ജിൽ നിന്ന് ഒരു സാധനം എടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ട്. ഡബ്ബ കണ്ടിട്ട് നിങ്ങൾ വിചാരിക്കേണ്ട മിൽക്കി മിസ്റ്റിൻ്റെ തൈരാണെന്ന്. നമ്മൾ മലയാളികളുടെ തൈരിൻ്റെ ഡബ്ബയും ഐസ്ക്രീമിൻ്റെ ഡബ്ബയും ഒന്നും കളയില്ലല്ലോ. ഞാനിതിൽ നിറയെ പാലിൻ്റെ വെണ്ണ എടുത്ത് വെച്ചിരിക്കുക കേട്ടോ. ഒരു മാസത്തെ ഫുൾ ക്രീം പാലിൻ്റെ വെണ്ണയൊക്കെ ഞാൻ ഇതുപോലെ കളക്ട് ചെയ്ത് വെക്കും. എല്ലാ ദിവസമൊന്നും പാല് വാങ്ങിക്കില്ല. ഓൾട്ടർനേറ്റീവ് ഡേയ്സ് മാത്രമേ ഫുൾ ക്രീം പാല് വാങ്ങിച്ച് അത് തിളപ്പിച്ച് ആറ്റി നന്നായി തണുത്തതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ച് പിറ്റേന്ന് രാവിലെ അത് എടുക്കുള്ളൂ. പിറ്റേന്ന് രാവിലെ എടുക്കുമ്പോൾ ഇതുപോലെ അതിൻ്റെ വെണ്ണ ഇങ്ങനെ മുകളിൽ കട്ട പിടിച്ച് കിടക്കുന്നുണ്ടാവും. അതെടുത്ത് ഇതുപോലെ ഡബ്ബയിലാക്കി വയ്ക്കും. ഒരു മാസം കഴിയുമ്പോഴേക്കും ആ ഡബ്ബ ഫുള്ളായിട്ട് നിറയും. എന്നിട്ടാണ് ഞാൻ പിന്നെ അത് യൂസ് ചെയ്യുന്നത് വെച്ചത് ഞാനത് ഡയറക്റ്റായിട്ട് ഉരുക്കിയിട്ട് നെയ്യാക്കാണ് ചെയ്യുന്നത്. അതല്ലാതെ നമ്മൾ തൈരാക്കി തൈരിൽ നിന്ന് വെണ്ണ വേർപിരിച്ച് അത് 4-5 പ്രാവശ്യം കഴുകി എന്നിട്ട് ഉരുക്കുക അങ്ങനത്തുള്ള പണിയൊന്നും ഞാൻ ചെയ്യാറില്ല. ഡയറക്റ്റ് ഈ വെണ്ണ എന്ത് ചെയ്യുന്ന വെച്ചാൽ ചീനിച്ചട്ടിയിലിട്ടിട്ട് ഉരുക്കി അങ്ങ് എടുക്കും. ഞാനിപ്പോൾ ഈ ഒരു ചീനിച്ചട്ടിയിലാണ് നെയ്യ് ഉരുക്കാൻ പോകുന്നത്. നമ്മൾ നെയ്യ് ഉരുക്കുന്ന പാത്രം എപ്പോഴും നല്ല വൃത്തിയുള്ളതായിരിക്കണം. കറീൻ്റെ പശയൊന്നും ഉണ്ടാകാൻ പാടില്ല. ഞാൻ ചട്ടി എടുത്തപ്പോൾ ചെറിയ എന്തോ ഒരു പശ കണ്ടതുകൊണ്ട് ഞാൻ നല്ല വൃത്തിക്ക് തേച്ചൊരച്ച് കഴുകി കൊണ്ടുവന്നതാണ് കേട്ടോ. ഇപ്പോൾ ഈ ചീനിച്ചട്ടി വെള്ളത്തിൻ്റെ അംശം പൂർണ്ണമായിട്ട് പോയതിന് ശേഷമാണ് ഞാൻ ഇതിൻ്റെ അകത്തേക്ക് ഒഴിക്കുന്നത്. വെള്ളം ഉണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഓൾറെഡി നമ്മൾ ഈ വെണ്ണേൻ്റെ അകത്ത് പാലിൻ്റെ അംശമൊക്കെ ഉണ്ടാവും. അതൊക്കെ വറ്റിയിട്ട് മാത്രമേ നമുക്ക് നെയ്യ് കിട്ടുള്ളൂ. അപ്പോൾ പിന്നെ കുറേ പണിയെടുക്കണം ഇതൊന്ന് ആക്കി കിട്ടാൻ വേണ്ടിയിട്ട്. ആ ഒരു വെണ്ണേൻ്റെ അകത്തുള്ള പാലിൻ്റെ അംശമൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഫുള്ള് വറ്റി എണ്ണ തെളിയണം. ഒരു 1/2-3 മണിക്കൂർ എന്തായാലും നമ്മൾ ഇതിന് വേണ്ടി ചിലവാക്കണം. അത് ഇളക്കി കുറച്ച് പണിയുണ്ടതാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതൊന്നും ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നുമില്ല. പല ആൾക്കാരും ഇതൊക്കെ ചെയ്യുന്നുണ്ടാവും. എന്നാലും അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത്. ഞാൻ കടയിൽ നിന്ന് നെയ്യ് വാങ്ങിക്കാറേ ഇല്ല. ഇതുപോലെ ഉരുക്കി എടുക്കുകയാണ് എപ്പോഴും ചെയ്യുന്നത്. 1 ലിറ്റർ വെണ്ണേൻ്റെ അകത്ത് നിന്ന് എനിക്ക് 1/2 ലിറ്ററോളം നെയ്യ് കിട്ടും. ഒരു മാസത്തേക്ക് 1/2 ലിറ്റർ നെയ്യ് എനിക്ക് കറക്റ്റാണ്. ഫുൾ ക്രീം പാല് വാങ്ങിയാലേ നമുക്ക് ഈ വെണ്ണ പാലിൻ്റെ അകത്ത് എടുക്കാനുണ്ടാവുള്ളൂ. അതല്ലാണ്ട് ടോണ്ട് മിൽക്കൊക്കെ ആണെങ്കിൽ തീരെ ഉണ്ടാവില്ല കിട്ടാൻ. നെയ്യാക്കുമ്പോൾ ഞാൻ എപ്പോഴും ഒരു നുള്ളും മഞ്ഞളും കൂടെ അതിൻ്റെ അകത്തേക്ക് ഇടും. അതെന്തിനാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പണ്ട് അമ്മമ്മയൊക്കെ ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ഞാനും ഇടുന്നതെന്ന് മാത്രം. ഇതിവിടെ കിടന്ന് ഇളക്കി കുറേ നേരം കഴിഞ്ഞ് നമുക്ക് അവസാനം പ്രാന്ത് പിടിച്ചു തുടങ്ങും. ഞാൻ എൻ്റെ കാര്യമായിട്ടാണ് പറയുന്നത്. ഈ പണ്ടാരാവുന്നില്ലല്ലോ എന്ന് വിചാരിക്കുന്നത്. ഇനിയിപ്പോൾ അടുത്ത പ്രാവശ്യം ഉണ്ടാക്കില്ല എന്ന് വരെ ചിന്തിക്കും. പക്ഷെ എന്നാലും നമ്മളിത് അവസാനം നെയ്യൊക്കെ തളിഞ്ഞു തുടങ്ങി അതിൻ്റെ റിസൾട്ട് കാണുമ്പോഴുള്ളൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടല്ലോ. ആ ഒരു സാറ്റിസ്ഫാക്ഷൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള കുണ്ടാമണ്ടി പണികളൊക്കെ ഞാൻ ചെയ്യുന്നത്. ഇതാണ് ഇപ്പോഴത്തെ ഇതിൻ്റെ അവസ്ഥ. പിന്നെ ഞാൻ നിങ്ങളോട് വർത്താനം പറയുന്നതിനിടക്ക് ഇതിൻ്റെ ചെറുതായിട്ടൊന്ന് അടുക്കി പിടിച്ചിട്ടുണ്ട്. വർത്താനത്തിലും ഇതിലെല്ലാം കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റിയില്ല രണ്ടിൻ്റെ അകത്ത്. അതുകൊണ്ട് ചെറുതായിട്ടൊന്ന് അടുക്കി പിടിച്ചനോന്ന് എനിക്കൊരു സംശയമുണ്ട്. പക്ഷെ അടുക്കി പിടിച്ചാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. നല്ലോണം അടുക്കി പിടിക്കാൻ പാടില്ല. ചെറുതായിട്ട് അടുക്കി പിടിച്ചാലൊന്നും വലിയ പ്രശ്നമൊന്നുമില്ല. പണ്ട് എനിക്ക് ഓർമ്മയുണ്ട്, നമ്മൾ തറവാട്ടിലുള്ള സമയത്ത് വീട്ടിൽ പശുവൊക്കെ ഉണ്ട്. ആ സമയത്ത് കുട്ടിയായിട്ടുള്ള ഓർമ്മയാട്ടോ. ആ സമയത്ത് അമ്മമ്മ നമ്മൾ ഇങ്ങനെ ചമ്രം പടഞ്ഞൊക്കെ ഇരുന്നിട്ട് ഇങ്ങനെ തൈരൊക്കെ കടഞ്ഞ് അതിൻ്റെ അകത്ത് നെയ്യൊക്കെ ഇങ്ങനെ മാറ്റി എല്ലാ ദിവസവും ഒരുക്കൂല കേട്ടോ. നെയ്യെല്ലാം കുറേ ദിവസം ബട്ടർ കുറേ ദിവസത്തേക്ക് എടുത്ത് വെച്ചിട്ട് അവസാനം ഒരു ദിവസമാണ് ഉരുക്കിയിട്ടാകുമ്പം അത് കുപ്പിയിലൊക്കെ ആക്കി വെക്കും. കുപ്പിയിലൊക്കെ ആക്കി വെച്ചിട്ട് നമ്മൾ ചീൻചട്ടിയുടെ അടിയിൽ ഇങ്ങനെ ബാക്കി ഉണ്ടാവില്ല അതൊക്കെ നമ്മൾ പിള്ളേർ പോയിട്ട് നക്കുന്ന രോഗം എനിക്കുണ്ട്. കുറേ കഴിഞ്ഞിട്ടാണ് ഇതിങ്ങനെ പൊട്ടി തുടങ്ങുന്നുണ്ടത്. നമ്മൾ പായസമൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ പൊട്ടുക അതുപോലെ ഇങ്ങനെ പൊട്ടി തുടങ്ങിയിട്ട് നെയ്യ് പതുക്കെ തെളിഞ്ഞ് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഞാനിപ്പോൾ ഓൾറെഡി കുപ്പിയൊക്കെ എടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിനിപ്പം സ്റ്റവ് ഓഫാക്കിയിട്ട് എന്താ പറയുക തണിയാൻ വേണ്ടി കാത്തിക്കാം. നമുക്ക് തണിഞ്ഞതിന് ശേഷം മാത്രമേ കുപ്പിയിലേക്ക് ആക്കാൻ പാടുള്ളൂ. ഇല്ലെങ്കിൽ നമ്മളെ പ്ലാസ്റ്റിക് കുപ്പിയാണെങ്കിൽ കുപ്പി ഒരുക്കും, അതല്ലെങ്കിൽ ഇതാണെങ്കിൽ പൊട്ടിപ്പോവും. അപ്പം ഇതിൻ്റെ അവസാനത്തെ ഒരു ഭാഗം എങ്ങനെയാണ് ഇതിൻ്റെ കോലം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഇതാണ് ഇതിൻ്റെ ഇപ്പോഴത്തെ കോലം. ഇതിൻ്റെ ഈ ചണ്ടിയൊക്കെ നല്ല ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. തിളയും അതുപോലെ നന്നായി കുറഞ്ഞു. ഈ ഒരു സമയത്ത് നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്ത് വെച്ചേക്കണം. ഞാൻ നെയ്യാക്കിയിട്ട് ഏകദേശം 2-3 മണിക്കൂറായി. നന്നായി തണിഞ്ഞിട്ടുണ്ട്. ഇത് ഞാൻ ഡയറക്റ്റ് കുപ്പിയിലേക്ക് ഒഴിക്കാറില്ല. ആദ്യം തന്നെ സ്റ്റീലിൻ്റെ ഒരു മഗ്ഗിലേക്ക് തരിപ്പ വെച്ച് അരിച്ചതിന് ശേഷമേ ഒഴിക്കാറുള്ളൂ.
ആദ്യം എണ്ണ മാത്രം ഊറ്റിയെടുക്കും. അതിന് ശേഷം പിന്നെ അതിൻ്റെ അകത്ത് ചണ്ടിയൊക്കെ ഉണ്ടല്ലോ, ചണ്ടിയൊക്കെ തരിപ്പയിലിട്ടിട്ട് നല്ല ഞെക്കി പിഴിഞ്ഞങ്ങ് എടുക്കും. കുപ്പിയിലൊഴിക്കുമ്പോൾ കാണാൻ നല്ല ഭംഗിയായിരിക്കും കേട്ടോ. നമുക്ക് അന്നേരം മനസ്സിന് ഭയങ്കര സന്തോഷമായിരിക്കും. എല്ലാവർക്കും ഉണ്ടോയെന്ന് അറിയില്ല, എനിക്കിങ്ങനെയാണ് ചെറിയ ചെറിയ കാര്യങ്ങൾക്കൊക്കെ ഭയങ്കര സന്തോഷം. ഞാനത് കിരണേട്ടനെ കൊണ്ട് കാണിക്കും, എന്നിട്ടത് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിട്ട് അത് വീണ്ടും കൊണ്ടുപോയി കാണിക്കും. അങ്ങനെയുള്ള കുറച്ച് കലാപരിപാടികളൊക്കെ ഇവിടെ നടക്കാറുണ്ട് എപ്പോഴും. ഞാൻ ഇപ്രാവശ്യം ഇത് ഫുള്ളായിട്ട് കുപ്പിയിലാക്കിയപ്പോൾ ചെറിയൊരു വിഷമം എനിക്കില്ലാതില്ല. എപ്പോഴും ഞാൻ ഈ 1/2 ലിറ്ററിൻ്റെ കുപ്പി നിറച്ച് വയ്ക്കുന്നതാണ്. പക്ഷേ ഇപ്രാവശ്യം 1/2 ലിറ്ററിനേക്കാളും കുറച്ചൊന്ന് കുറഞ്ഞു പോയിട്ടുണ്ട്. എന്താണെന്ന് അറിഞ്ഞുകൂടാ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ടാറ്റാ ബൈ.